നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുണ്ട്. നിങ്ങൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ തെറ്റാണ്. സത്യത്തിൽ അത് നിങ്ങളുടെ തെറ്റല്ല. അതായത് ഒരു ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഒരു പെണ്ണിനോട് സംസാരിക്കുവാണ്. ആ പെണ്ണ് നല്ല രീതിയിൽ ഇങ്ങോട്ട് സംസാരിക്കുന്നില്ല. അപ്പം മിക്ക യൂട്യൂബ് ചാനലുകളുണ്ട്. ഇപ്പോൾ ലവിനെക്കുറിച്ച് സൈക്കോളജി പറയുന്ന ഒരുപാട് ചാനലുകളുണ്ട്. എല്ലാവരും പറയുന്നത് നമ്മുടെ മിസ്റ്റേക്കാണ്, നമുക്ക് സംസാരിക്കാൻ അറിയത്തില്ല എന്നാണ് പറയുന്നത്. ഞാൻ ഉറപ്പിച്ച് പറയാണ്, ഒരു യൂട്യൂബറും ഈ ഒരു സൈക്കോളജി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ പോയിൻ്റ് ഓഫ് വ്യൂ തന്നെ മാറിയേനെ. കാര്യത്തിലോട്ട് കടക്കാം. ഞാൻ പറയുന്ന ഈ കാര്യം നിങ്ങൾ മനസ്സിലൊന്ന് ചിന്തിച്ച് നോക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ 3 പെണ്ണുങ്ങളോട് കഴിച്ചോ എന്ന് ചോദിക്കാൻ പോവുക. 3 പെണ്ണുങ്ങളോട് മെസ്സേജിൽ കഴിച്ചോ എന്ന് ചോദിക്കാൻ പോവുക. ഒന്ന് നിങ്ങളെക്കാളും ഒരുപാട് സുന്ദരി, അതായത് നിങ്ങൾക്ക് പിടിക്കാനേ പറ്റത്തില്ല, അത്രയും വലുത്. രണ്ടാമത്തേത് നിങ്ങളെപ്പോലെ നോർമൽ, നിങ്ങളുടെ അത്രയും സൗന്ദര്യമുള്ളൊരു സാധാരണ പെണ്ണ്. നിങ്ങൾ എത്ര സാധാരണയാണോ അതേ രീതിയിൽ അത്രയും സാധാരണ ഒരു പെണ്ണ്. മൂന്നാമത് വെറും സാധാരണ ഒരു പെണ്ണ്, അതായത് നമ്മളെക്കാളും ഒത്തിരി താഴെ, അതായത് എന്താ പറയുന്നത്, ആരും മൈൻഡ് ചെയ്യാത്ത, ആരും തിരിഞ്ഞു നോക്കാത്ത. ഇപ്പോൾ ക്ലാസ്സിലൊക്കെ കാണുമല്ലോ ഒട്ടും ഭംഗിയില്ലാത്ത പെണ്ണുങ്ങൾ, ഫ്രണ്ട്ഷിപ്പ് പോലും കാണത്തില്ല ആണുങ്ങളുമായിട്ട്. എന്ന് വെച്ചാൽ ആണുങ്ങൾ അങ്ങ് ഫ്രണ്ട്ഷിപ്പിന് പോലും ചെന്ന് മിണ്ടത്തില്ല അവളുമാരോട്. അല്ലെങ്കിൽ നല്ല താഴ്ന്ന ലെവലുള്ളതുപോലെ, നല്ല ഭംഗിയില്ല, അല്ലെങ്കിൽ ആരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല, മനസ്സിലായി, അങ്ങനെയുള്ള ആണുങ്ങളൊന്നും പുറകെ നടക്കുന്നില്ല, അങ്ങനെയുള്ളൊരു പെണ്ണ്. ഈ 3 പെണ്ണുങ്ങളോട് നിങ്ങൾ കഴിച്ചോ എന്ന് ചോദിച്ചു. ഫസ്റ്റ് ഐശ്വര്യ റായ് എന്ത് ചെയ്യും? അവൾ റിപ്ലൈ പോലും തരത്തില്ല, ചിലപ്പം സീൻ ചെയ്ത് പോലും നോക്കത്തില്ല, ആ മെസ്സേജ് എടുത്ത് നോക്കത്ത് പോലുമില്ല, മൈൻഡ് ചെയ്യാതിരിക്കും. സെക്കൻഡ് നിങ്ങളുടെ നോർമൽ വാല്യൂ ഉള്ള പെണ്ണ്, അവളെന്ത് ചെയ്യും? കഴിച്ചോ എന്ന് ചോദിച്ചാൽ കഴിച്ചെന്ന് പറയും. ചിലപ്പോൾ ഇച്ചിരി ഇൻട്രസ്റ്റിൽ നല്ലോണം സംസാരിക്കുമായിരിക്കും, അല്ലാതെ നമ്മൾ ഒറ്റയടിക്കൊന്നും അവളെയും വിളയ്ക്കാൻ പറ്റത്തില്ല. മൂന്നാമത്തെ പെണ്ണ്, അതായത് ആ പിച്ചക്കാരിയെ പോലത്തെ ആ പെണ്ണ്, അവളോട് കഴിച്ചോ എന്ന് ചോദിക്കും നിങ്ങൾ. അവളെന്ത് ചെയ്യും? ഞാൻ കഴിച്ച്, ബിരിയാണി കഴിച്ച്, എനിക്ക് അജിത്തേട്ടൻ വാങ്ങി തന്ന്, എൻ്റെ മാമൻ വാങ്ങി തന്ന്, എന്നെ കടയിൽ കൊണ്ടുപോയി വാങ്ങി തന്ന്, എനിക്ക് സൈഡ് ഡിഷ്, ഇന്ന് വീട്ടിൽ സൈഡ് ഡിഷ് ഇത് വെച്ച്. നിനക്കെന്തോ ഇഷ്ടം? നിനക്ക് ബിരിയാണി ഇഷ്ടമാണോ? നിനക്ക് എങ്ങനെ ഫ്രൈഡ് റൈസ് ആണോ ഇഷ്ടം, ചിക്കൻ ബിരിയാണോ ഇഷ്ടം, ചിക്കൻ ബിരിയാണിയാണോ ഇഷ്ടം, അകത്ത് മുട്ടകളാണോ ഇഷ്ടം, അല്ലാത്തതാണോ ഇഷ്ടം, മുട്ട എങ്ങനെ പൊരിച്ചതാണോ ഇഷ്ടം, അതോ പുഴുങ്ങിയതാണോ ഇഷ്ടം? അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അവൾ തന്നെ ആ കോൺവെർസേഷൻ മേലോട്ട് എടുത്തോണ്ട് പോകാൻ നോക്കും, മനസ്സിലായി? ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഐശ്വര്യ റായ് മൈൻഡ് ചെയ്തില്ല. സാധാരണ പെണ്ണ് സാധാരണ പോലെ സംസാരിച്ച് ഒരു 2-3 മെസ്സേജ് കൂടെ ആദ്യം കഴിച്ച് കാണും, നീ കഴിച്ചോ എന്തെങ്കിലും ചോദിച്ചു കാണും. ഈ മൂന്നാമത്തെ പെണ്ണ് നല്ല രീതിയിൽ സംസാരിച്ച്. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയത്തില്ലെന്ന്? സംസാരിക്കാൻ അറിയത്തില്ല, ഈ 3 പേര് നിങ്ങളെ തിരിഞ്ഞു പോലും നോക്കാൻ പാടില്ല. അപ്പം ഇപ്പം ഇവൾ മാത്രം ഇത്രയും കാര്യമായിട്ട് സംസാരിക്കാൻ കാരണം എന്തുവാ? നിങ്ങൾ വിചാരിക്കും ആരും തിരിഞ്ഞു പോലും നോക്കാത്തതുകൊണ്ട് അങ്ങനെയാണെന്ന്. അതല്ല. ഇത് കാണുന്ന പകുതി പേർക്കും മനസ്സിലാവത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ആരും ഈ ടോപ്പിക്ക് ഇതുവരെ എങ്ങും കണ്ടിട്ടില്ല. കുറച്ച് എവിടെയെങ്കിലും കാണുമായിരിക്കും. പക്ഷേ ഇത്രയും ഞാൻ ഉറപ്പ് തരുവാണ്, ഈ വീഡിയോ കണ്ടു തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ പോയിൻ്റ് ഓഫ് വ്യൂ മൊത്തത്തിൽ മാറും. ഇതുവരെ നിങ്ങൾ കണ്ടതെല്ലാം എങ്ങനെ ചാറ്റിൽ അവളെ ഇമ്പ്രസ് ചെയ്യാം, എങ്ങനെ, അതൊക്കെ ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുള്ളത് ഓരോ യൂട്യൂബിൽ. ഇത് കണ്ടു തീരുമ്പം ഇനി മുതൽ അവൾ നിങ്ങളെ എങ്ങനെ ഇമ്പ്രസ് ചെയ്യാൻ വരുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ഈ നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന്? 3 പെണ്ണുങ്ങളോട് കഴിച്ചോന്ന് ചോദിച്ച് ഒരുത്തി നല്ലോണം സംസാരിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഐശ്വര്യ റായ് പെണ്ണ്, അവൾ നിങ്ങളെ മൈൻഡ് ചെയ്യാത്ത കാരണം അവൾ നോക്കുമ്പോൾ നിങ്ങൾ അവളെക്കാൾ ഒത്തിരി താഴെയാണ് നിൽക്കുന്നത്, മനസ്സിലായി? അട്രാക്ഷൻ ഒരു നിയമമുണ്ട്. അതായത് അട്രാക്ഷൻ ബിഗിനിങ് സ്റ്റേജിൽ വാല്യൂ നോക്കിയാണ് വരുന്നത്, മനസ്സിലായി? എന്ന് വെച്ചാൽ ബിഗിനിങ് സ്റ്റേജിൽ, ഫസ്റ്റ് സ്റ്റേജിൽ ഒരു പെണ്ണ് ഒരാണിനെ നോക്കുമ്പം ആണുങ്ങളും ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഒരാളിനെ തിരഞ്ഞെടുക്കുന്നത് കാഴ്ചയിൽ തിരഞ്ഞെടുക്കുന്നത്, കണ്ട് നോക്കിയിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് നമ്മളെക്കാളും വലുതാണോ അതോ നമ്മളെക്കാളും നമ്മളോട് ഈക്വലാണോ അല്ലെങ്കിൽ നമ്മളെക്കാളും താഴ്ന്നാണോ എന്നാണ് നോക്കുന്നത്. അതായത് ഇപ്പം ഐശ്വര്യ റായ് നിങ്ങളോട് മിണ്ടിയില്ല, പക്ഷേ കാരണം എന്താ നിങ്ങളോട് മിണ്ടാത്തത്? അവൾ നോക്കുമ്പോൾ നിങ്ങൾ അവളെക്കാളും ഒത്തിരി താഴെയാണെന്നാണ് തോന്നുന്നത്, മനസ്സിലായോ? നേരെ മറിച്ച് അവൾക്ക് വേറൊരുത്തൻ മെസ്സേജ് അയക്കും. നമ്മൾ തന്നെ വേറൊരു അക്കൗണ്ട്, നല്ലൊരു ഹൈ വാല്യൂ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് മെസ്സേജ് അയച്ചാൽ അവൾ റിപ്ലൈ തരും. കാരണം അവളെക്കാളും വലുത് അല്ലെങ്കിൽ അവളുടെ അത്രയും റേഞ്ച് നമുക്കൊരു തോന്നൽ വരും. അപ്പോൾ അവൾ മെസ്സേജ് അയക്കും. ഇപ്പം നിങ്ങൾക്ക് മെസ്സേജ് അയച്ചില്ല, കാരണം അവളെക്കാളും താഴ്ന്നത്, ലോ വാല്യൂ ആയിട്ടാണ് കാണുന്നത്. അപ്പം അട്രാക്ഷൻ വരത്തില്ല. അവൾക്ക് എന്ത് ചെയ്യണം? ഹൈ വാല്യൂ ആയിട്ട് തോന്നണം. എപ്പോഴും നമുക്ക് ഹൈ വാല്യൂ ആയിട്ട് തോന്നുമ്പോഴായിരിക്കും നമുക്ക് അങ്ങോട്ട് മെസ്സേജ് അയക്കണം, ഒരുപാട് മെസ്സേജ് അയക്കണം, ഒരുപാട് സംസാരിക്കണം എന്നൊരു തോന്നൽ വരുന്നത്. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ സാധാരണ പെണ്ണ് കഴിച്ചോന്ന് ചോദിച്ചപ്പോൾ കഴിച്ചെന്ന് പറഞ്ഞു. കാരണം അവളുടെ ആ ഒരു റേഞ്ചല്ലേ ഉള്ളൂ, ഹൈ വാല്യൂ അല്ലല്ലോ, അവളുടെ ആ ഒരു റേഞ്ചേ ഉള്ളൂ. അവൾ നോക്കുമ്പം എൻ്റെ അതേ റേഞ്ചുള്ള ഒരുത്തൻ, അപ്പോൾ എന്ത് ചെയ്യും? നമ്മളൊരു നോർമൽ വാല്യൂ ആയിട്ട് കാണാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ സൈക്കോളജിക്കലി കുറച്ച് കാര്യങ്ങൾ കറക്റ്റായിട്ട് ആക്ട് ചെയ്താൽ അവർക്കും നമ്മളെ ഹൈ വാല്യൂ ആയിട്ട് തോന്നും, മനസ്സിലായി? നമ്മുടെ ബിഹേവിയർ വെച്ച് ഹൈ വാല്യൂ ആക്കാൻ പറ്റും നമ്മളെ. അപ്പോൾ എന്ത് ചെയ്യും? നോർമൽ വാല്യൂ ഉള്ള നമ്മളെ ഹൈ വാല്യൂ ആയിട്ട് കാണും, നമ്മളോട് ഒരുപാട് മെസ്സേജ് അയക്കും, നമ്മളെ വേണമെന്ന് തോന്നും, മനസ്സിലായി?
തൊണ്ടയ്ക്ക് ചെറിയൊരു കുഴപ്പമുണ്ട്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഇനി നമുക്ക് മറ്റേ ആ പിച്ചക്കാരിയുടെ കാര്യം എടുക്കാം. ആ പെണ്ണിന് മെസ്സേജ് അയക്കുന്നു. അവളെന്ത് ചെയ്യും? അവൾ നോക്കുമ്പം ഇവൻ എന്നെക്കാളും ഒത്തിരി വലുതാണെന്നാണ് ചിന്തിക്കുന്നത്. മനസ്സിലായോ? നമ്മൾ സത്യത്തിൽ നോർമലാണ്. അവൾ നമ്മളെക്കാളും താഴെയുണ്ട്. അവൾ നോക്കുമ്പം നമ്മൾ അവളെക്കാളും സ്റ്റാൻഡേർഡിൽ കുറച്ചുകൂടെ മേലെയാണെന്നൊരു തോന്നൽ വരും. ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ നടക്കുന്നതാണ്. അവൾക്ക് പോലും അറിഞ്ഞൂടാ, ആർക്കും അറിഞ്ഞൂടാ ഇത്. അപ്പോഴെന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് അവൾക്ക് എന്ത് ചെയ്യും? ഇപ്പം മെയിനായിട്ടൊരു റൂളുണ്ട് ഒരാളോട് സംസാരിക്കുമ്പം. അതായത് ഓപ്പോസിറ്റിനോട് സംസാരിക്കുമ്പോൾ ഒരു പെണ്ണ് ഒരാണിനോട് സംസാരിക്കുമെന്ന് വെച്ചോ. ആ പെണ്ണ് സംസാരിക്കുമ്പം പെണ്ണ് നോക്കുമ്പോൾ ആണ് അവളെക്കാളും ടോപ്പിലാണ് നിൽക്കുന്നതെന്ന് തോന്നിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവളുടെ ഉള്ളിലൊരു ചിന്ത വരും, ഞാൻ ഇവനെ ഇമ്പ്രസ് ചെയ്യണം, ഇവനെ ഇമ്പ്രസ് ചെയ്തുകൊണ്ട് സംസാരിക്കണം എന്നൊരു തോന്നൽ വരും. നമ്മളും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു പെണ്ണ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇടുക, ഇങ്ങോട്ട് മെസ്സേജ് ഇടുക. നിങ്ങൾ ആദ്യം പ്രൊഫൈൽ പോയി നോക്കും. പ്രൊഫൈൽ പോയി നോക്കിയിട്ട് നിങ്ങളെക്കാളും ബെറ്റർ ആണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചൊരു ഭംഗി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ചിന്ത ഇവളെങ്ങനെയും ഇമ്പ്രസ് ചെയ്യണം. നിങ്ങൾ സംസാരിക്കുന്ന മൊത്തം ഇവളെങ്ങനെ ഇമ്പ്രസ് ചെയ്യണം എന്നുള്ളൊരു ഇതിലല്ലേ. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ ഒരു മോഡിലോട്ട് പോകും. ഇതന്നെ അവളുടെ കാര്യത്തിൽ നടന്നത്. അവൾ പിച്ചക്കാരി ആയതുകൊണ്ടൊന്നുമല്ല. അതായത് ഇപ്പം ഞാൻ അവൾക്ക് മെസ്സേജ് ഇടുക. ഇപ്പം എൻ്റെ പേര് അർജുൻ എന്ന് വെച്ചോ. അപ്പം ഞാൻ അവൾ നോക്കുമ്പോൾ ഞാൻ ഹൈ വാല്യൂ ആണ്. ഞാൻ ഇപ്പം ചാറ്റിൽ ഞാൻ ഹൈ വാല്യൂ അവൾ നോക്കുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യും? അവളാണ് ചിന്തിക്കുന്നത്, ഞാൻ അർജുനെ ഇമ്പ്രസ് ചെയ്യണം, ഞാൻ അർജുനോട് ഇമ്പ്രസ് ചെയ്യുന്ന പോലെ സംസാരിക്കണം, അർജുനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണം, അവനെക്കൊണ്ട് ഒരുപാട് സംസാരിപ്പിക്കണം, അവൻ്റെ കൂടെ ഒരുപാട് നേരം സംസാരിക്കണം എന്ന് ചിന്തിക്കും. അതായത് മനസ്സിലായോ? ചാറ്റിൽ ആരാണോ ഹൈ വാല്യൂ, ആരാണോ ലോ വാല്യൂ, ഇതാ മാറ്റർ. നിങ്ങൾ ഒരാളോട് സംസാരിക്കുന്നത്, നിങ്ങൾ ചിന്തിക്കേണ്ടത് സംസാരിക്കുമ്പോൾ ആരാ ഹൈ വാല്യൂ, ഞാനാണോ അവളാണോ? അവൾ എന്നെയാണോ ഹൈ ആയിട്ട് കാണുന്നത്, അതോ ഞാൻ അവളെയാണോ ഹൈ വാല്യൂ ആയിട്ട് കാണുന്നത്? അവൾ എന്നെയാണോ ഇമ്പ്രസ് ചെയ്യാൻ നോക്കുന്നത്, ഞാൻ അവളെയാണോ ഇമ്പ്രസ് ചെയ്യാൻ നോക്കുന്നത്? നിങ്ങളാണ് അവിടെ ഹൈ വാല്യൂ എങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ട്. അതായത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളിപ്പോൾ സംസാരിക്കുമ്പം കുറഞ്ഞത് നിങ്ങളെക്കാളും ലോ വാല്യൂ ആയിട്ടുള്ളതിനെ വളയ്ക്കാൻ നോക്കണം. അതാകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. കാരണം ഓട്ടോമാറ്റിക്കായിട്ട് അവൾ നോക്കുമ്പം നമ്മൾ ഹൈ വാല്യൂ അല്ലേ, മനസ്സിലായി? അപ്പോൾ അവൾ തന്നെ ഇങ്ങോട്ട് വന്ന് നമ്മളെ ഇമ്പ്രസ് ചെയ്യാൻ നോക്കും. മനസ്സിലായി? അതായത് ചാറ്റിൻ്റെ കാര്യം എടുത്താൽ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ചാറ്റിൽ ഞാനാണോ ഹൈ വാല്യൂ, ഇവളാണോ ഹൈ വാല്യൂ? ഇപ്പം നിങ്ങൾ ലോ വാല്യൂ ആണെങ്കിലും ഞാൻ അതിന് പറഞ്ഞു തരാം എന്ത് ചെയ്യണമെന്ന്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ചാറ്റിൽ ഞാനാണോ ഹൈ വാല്യൂ, അവളാണോ? നിങ്ങളാണ് ലോ വാല്യൂ എങ്കിൽ, അതായത് നിങ്ങളെക്കാളും അവളാണ് ഹൈയിൽ നിൽക്കുന്നത്, നിങ്ങൾ അവളെ ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ അവളെ വളയ്ക്കാൻ ഒത്തിരി പാടായിരിക്കും. നേരെ മറിച്ച് നിങ്ങൾ ഹൈ വാല്യൂ ആയിട്ട് നിൽക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവൾ തന്നെ അവളുടെ കാര്യങ്ങൾ പറഞ്ഞ് അവളെക്കുറിച്ച് സംസാരിച്ചോ എന്തെങ്കിലും ചെയ്തോ അവൾ നിങ്ങളെ വളയ്ക്കാൻ നോക്കും. മനസ്സിലായി? ഇപ്പോൾ ഐശ്വര്യ റായോട് ഞാൻ ചോദിക്കുന്നത്, നിനക്ക് എന്താ ഇഷ്ടം, നിൻ്റെ വീട്ടിൽ പെറ്റുണ്ടോ, എന്ത് ചോദിച്ചാലും അവളെന്ത് ചെയ്യും? സാധാരണ പോലെ ഉണ്ട് ഇല്ല, അല്ലെങ്കിൽ ചിലപ്പം റിപ്ലൈ പോലും തരത്തില്ല അല്ലേ. പക്ഷേ ഞാൻ പറഞ്ഞ ആ ഒരു പെണ്ണിനോട് ചോദിച്ചാലോ, ഇപ്പം പൂച്ചയുണ്ടോ എന്ന് ചോദിക്കാൻ, ഞാൻ പൂച്ചയുണ്ട്, പൂച്ച ഞാൻ ഡെയിലി കുളിപ്പിക്കും, പൂച്ച ഞാൻ മടി വെച്ച് ഉമ്മ കൊടുക്കും, മണിക്കണക്കായിട്ട്, അതായത് മണിക്കൂറോളം സംസാരിച്ചുകൊണ്ടിരിക്കും അത് വെച്ച്. എന്ന് വെച്ചാൽ അവൾ തന്നെ അവളുടെ ഉള്ളിലുള്ള ചിന്ത എന്തോ, ഞാൻ അർജുനെ എങ്ങനെയും ഇമ്പ്രസ് ചെയ്യണം, അവൻ എങ്ങനെയും ചാറ്റ് കുറച്ച് നേരം നിർത്തണം എന്ന ചിന്ത. അപ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് അവൾ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ജസ്റ്റ് അവിടെ ഹൈ വാല്യൂ ആയിട്ടിരുന്നാൽ മാത്രം മതി. മനസ്സിലായോ? അത് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കോൺവെർസേഷനെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പം പൂച്ചയുടെ കാര്യം അവൾ പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ലവ് ബേഡ്സിനെ വളർത്തുന്നത് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും, അതിൻ്റെ മുട്ട ഇങ്ങനെ വളർത്തണം, അതിൻ്റെ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ഇങ്ങനെ നോക്കണം, പാമ്പ് പിടിക്കാതെ നോക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കോൺവെർസേഷനെ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. നോടി എന്നിട്ട് അപ്പം ഈ മുട്ട വിരിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇത് എത്ര ദിവസം എടുക്കും വിരിയാൻ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് കോൺവെർസേഷനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രം മതി. നമ്മൾ ഇമ്പ്രസ് ചെയ്യാനുള്ളത്, നമ്മൾ എഫേർട്ട് എല്ലാം അവർ തന്നെ എടുത്തോളും. മനസ്സിലായി? അപ്പോൾ ഇതാണ് മാറ്റർ. നിങ്ങളിപ്പം പലയിടത്തും നിങ്ങൾ ചാറ്റിംഗ് ട്രിക്കുകൾ കണ്ടിട്ടുണ്ട്. എല്ലാത്തിലും പറയുന്നത് ചാറ്റ് ചെയ്തെങ്ങനെ ഇമ്പ്രസ് ചെയ്യണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു ഐശ്വര്യ റായുടെ അടുത്ത് പോയി നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഇമ്പ്രസ് ആവത്തില്ല. നേരെ മറിച്ച് ഒരു സാധാരണ ഒരു പെണ്ണിൻ്റെ അടുത്ത് പോയി, നിങ്ങളെക്കാൾ ലോ ആയിട്ടുള്ള ഒരു പെണ്ണാണെങ്കിൽ നിങ്ങളൊരു മൊക്ക ജോക്ക് പറഞ്ഞാൽ, അതായത് ചിരിക്കാൻ കൊള്ളാത്തൊരു കോമഡി പറഞ്ഞാൽ ഹഹാന്ന് ചിരിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ മനസ്സിലായി? നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയത്തില്ലെങ്കിൽ 3 പേരോട് ഇത് വർക്കാവത്തില്ല. 3 സ്റ്റേജിലുള്ള, ഞാൻ മുമ്പ് പറഞ്ഞ 3 പേരോട്. ഇനി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയാത്തതാണ് വിഷയമെന്ന്? അതായത് സംസാരിക്കാൻ അറിയാത്തതല്ല ഇവിടെ വിഷയം. ചാറ്റിൽ ആര് ഹൈ വാല്യൂ ആര് ലോ വാല്യൂ, നേരിട്ട് സംസാരിക്കുന്നത് ആര് ഹൈ വാല്യൂ ആര് ലോ വാല്യൂ. ആ പെണ്ണ് നിങ്ങളെ ഹൈ ആയിട്ട് കാണുന്നോ അതോ ലോ ആയിട്ട് കാണുന്നോ? ഹൈ ആയിട്ട് കണ്ടാൽ, അവൾ നമ്മളെ ഹൈ ആയിട്ടാണ് കാണുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവളുടെ ഉള്ളിൽ ഒരു ചിന്ത വരും, അതായത് ഞാൻ ഇവനെ ഇഷ്ടപ്പെടുത്തണം എന്നൊരു ചിന്ത അവളുടെ ഉള്ളിൽ വരുവാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ട്. കാരണം നമ്മൾ അവളെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി എടുത്തു വെക്കുന്ന സ്റ്റെപ്പെല്ലാം അവൾ പോലും അറിയാതെ അവൾ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. മനസ്സിലായോ? ഇനി ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു സെലിബ്രിറ്റി ഹൃതിക് റോഷനെ പോലെ ഒരു വലിയ സെലിബ്രിറ്റി ഒരു പെണ്ണിനോട് പറയുവാണ്, നീ നല്ല സെക്സിയാണ് എന്ന് പറയുക. അവളെന്ത് ചെയ്യും? അവൾ കൊച്ചുങ്ങളെപ്പോലെ നിന്ന് കൊഞ്ചും, ഒരുപാട്
യൂട്യൂബിലൊക്കെ ഉള്ള വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നേരെ മറിച്ച് നമ്മുടെ ആറാട്ടണ്ണനെ പോലുള്ള ഒരുത്തൻ പറയും നിങ്ങൾ നല്ല സെക്സിയാണ്, അവൻ ജയിലിൽ പോയി കിടക്കും. ഞാനോ നിങ്ങളോ പറഞ്ഞാൽ നമ്മൾ ജയിലിൽ പോയി കിടക്കും. ഇനി വേറെ കാര്യം പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് റിമി ടോമി ഷാറുഖ് ഖാൻ എടുത്ത് പൊക്കുന്നൊരു സീനുണ്ട് സ്റ്റേജ് വെച്ച്. അതായത് അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് പോലും ഇല്ല. ഷാറുഖ് ഖാൻ എടുത്ത് പൊക്കാൻ തോന്നി അവ എടുത്ത് പൊക്കി. നേരെ മറിച്ച് നമ്മുടെ ആറാട്ടണ്ണനോ അല്ലെങ്കിൽ ഞാനോ നിങ്ങളോ പൊക്കിയെങ്കിലോ എന്താവും അവിടെ അറിയാമല്ലോ. അതായത് റിമി ടോമി നോക്കുമ്പം ഷാറുഖ് ഖാൻ ഒരുപാട് ഹൈ വാല്യൂ, അവൻ എത്താൻ പറ്റാത്ത റേഞ്ചിലാണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ വലിയ സിനിമാ നടനാവണമെന്നല്ല ഞാൻ പറയുന്നത്, സെലിബ്രിറ്റി ആവണമെന്നല്ല ഞാൻ പറയുന്നത്. അവളെക്കാളും കുറച്ചെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു വാല്യൂ വേണം. വാല്യൂ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനിയും മനസ്സിലാക്കി കാണത്തില്ല. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അതാ വാല്യൂ. ഞാൻ ഇതിനെക്കുറിച്ച് ഇനിയും ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യും. ഞാനിങ്ങനെ ഈ വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യണം. കാരണം എനിക്കൊരു ഡൗട്ട്, ഞാൻ ലെങ്ത്ത് കുറച്ചൊരു 3-4 മിനിറ്റ് എടുത്ത് ചുരുക്കി പറയുന്നത് നല്ലത് അതോ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നല്ലത്? ഞാൻ സത്യത്തിൽ ഇതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. കാരണം ഇനിയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് സത്യത്തിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് പറഞ്ഞു തരാറുണ്ട്. ഞാനിപ്പോൾ ഈ 11 മിനിറ്റും പറഞ്ഞത് ചുരുക്കി പറയുവാണ്. എനിക്ക് ഒരുപാട് എൻ്റെ തലയിൽ ഇങ്ങനെ ഫ്ലോ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. ഞാൻ എത്ര സമയമായാലും കുഴപ്പമില്ല, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണോ നിങ്ങൾക്ക് വേണ്ടുന്നത്, അതോ ഇങ്ങനെയൊന്നും വേണ്ടേ, നിങ്ങൾ പറയാനുള്ള കാര്യം ഒന്ന് നേരെ പറഞ്ഞിട്ട് പോവും, അങ്ങനെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അതൊന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ഞാൻ ട്രിക്ക് പറഞ്ഞുതരാം. അതായത് ഈ ഒരു ചാറ്റിംഗ് ട്രിക്ക് ഒരിടത്തും പറഞ്ഞു തന്നിട്ടില്ല, ഞാൻ വീണ്ടും പറയുന്നില്ല, പറഞ്ഞുതരാം. ഫസ്റ്റ് നിങ്ങളൊരു കാര്യം ഓർത്തിരിക്കണം. ചാറ്റിങ്ങിൽ അല്ലെങ്കിൽ സംസാരത്തിൽ ആര് ഹൈ വാല്യൂ ആയിട്ടിരിക്കുന്നോ, നിങ്ങളാണോ അവളാണോ, അത് നിങ്ങൾ നോട്ട് ചെയ്യണം. അവളാണ് ഹൈ വാല്യൂ എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, അതായത് അവൾ ഓവറായിട്ട് സംസാരിക്കുന്നില്ല, അവൾക്ക് എന്നെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് നിങ്ങൾ അവളെ ഒരു സാധാരണ ഇതായിട്ട് കാണണം. മനസ്സിലായോ? വലിഞ്ഞേറി മെസ്സേജ് അയക്കുന്നത് അല്ലെങ്കിൽ അങ്ങോട്ട് തന്നെ എപ്പോഴും ചെല്ലുന്നത്, അതൊക്കെ നിർത്തിയിട്ട് ഒരു ദിവസമൊക്കെ വെറുതെ വിടണം. അവൾ ഇനിഷ്യേറ്റ് ചെയ്യട്ടെ, അവൾ ഒന്ന് മിണ്ടട്ടെ. അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചിട്ട് അടുത്ത മെസ്സേജ് ഹായ് തിരിച്ച് വരുന്നവരെ കാത്തിരിക്കണം. അല്ലാതെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഹായ് വന്നില്ലെങ്കിൽ പിന്നെയും അതിൻ്റെ പുറത്തൂടെ ഒരു ഹായ്, അങ്ങനെ ഇടല്ലേ. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. അവൾ നമ്മളെ ഇമ്പ്രസ് ചെയ്യുന്ന രീതിയിൽ 1-2 ചോദ്യങ്ങൾ ചോദിക്കണം. മനസ്സിലായി? ഇപ്പം ഞാനും എൻ്റെ ക്രഷ് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അവളോട് ചോദിക്കും, എടി എനിക്ക് നല്ല എന്തെങ്കിലും ലക്ഷ്യമുള്ള പെണ്ണുങ്ങളെ ഇഷ്ടം, എന്തെങ്കിലും ലക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന പെണ്ണുങ്ങളെ എനിക്ക് വലിയ ഇഷ്ടമാണ്, നിനക്ക് എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടെങ്കിൽ പറയുമെന്ന് പറയും. ഓട്ടോമാറ്റിക്കായിട്ട് അവൾ ചിന്തിക്കും, ഇവൻ എല്ലാ പെണ്ണുങ്ങളെ ഇഷ്ടമല്ലല്ലോ, ഞാനിപ്പം ഇവനെ വളയ്ക്കാൻ നോക്കിയാലും എനിക്കിവനെ ഇഷ്ടമല്ല, എന്നാലും ഇവനെ ഇഷ്ടപ്പെടുത്താൻ നോക്കിയാലും ഇവൻ എന്നെ ഇഷ്ടപ്പെടത്തില്ല, കാരണം എനിക്കിപ്പോൾ ലക്ഷ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ചെറിയൊരു ചാലഞ്ച് അവിടെ വരും, ചെറിയൊരു ഡിമാൻഡ് വരും നമുക്ക്. അതായത് നമ്മൾ പോലും അറിയാതെ നമ്മൾ പറയുന്നത്, എനിക്ക് എല്ലാ പെണ്ണുങ്ങളോടൊന്നും താല്പര്യമില്ല, ഏത് പെണ്ണിനെ കിട്ടിയാലും മതിയെന്നൊന്നും എനിക്കില്ല, എനിക്ക് ലക്ഷ്യം പറയുന്ന പെണ്ണുങ്ങളെ ഇഷ്ടം, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അതാണ് അവൾ ചിന്തിച്ചെടുക്കുന്നത്. നമ്മൾ പറയുന്നത് എന്തോ, ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, എടി എനിക്ക് ലക്ഷ്യം പറയുന്ന പെണ്ണുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, എന്തെങ്കിലും പ്ലാനിങ് ഒക്കെ പറയുന്ന പെണ്ണുങ്ങളെ, നിനക്കെന്താ ഇന്നത്തെ പ്ലാൻ, അല്ലെങ്കിൽ നിനക്കെന്താണ് ഭാവിയിലെ പ്ലാൻ? അപ്പോൾ അവൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിന്തിക്കും, ഞാനിപ്പം പ്ലാനൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ എന്തോ വിചാരിക്കും, എന്തെങ്കിലും കള്ളം പറയാം, എന്തെങ്കിലും ഒരു പ്ലാന് പറയാം എന്ന് ചിന്തിക്കും. അവൾ പറയും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, അവൾ പറയുന്നത് എന്തിനു വേണ്ടിയാണ്, ഇവൻ അങ്ങനെ ചിന്തിക്കേണ്ടെന്ന് വെച്ച് സാധാരണ രീതിയിലാണ് പറയുന്നത്. പക്ഷേ ഇവിടെ നടക്കുന്ന വേറൊരു കാര്യമുണ്ട്. അതായത് അവൾ പോലും അറിയാതെ അവൾ ഒരു സ്റ്റേജിലോട്ടെത്തി. അതായത് ഞാൻ എങ്ങനെയെങ്കിലും ഇവനെ ഇമ്പ്രസ് ചെയ്യണം എന്നൊരു സ്റ്റേജിലോട്ട് വന്നു, അവൾ പോലും അറിയാതെ. ഇനി വേറെ എക്സാമ്പിൾ പറയാം. ഞാനിപ്പോൾ പറയും, എടി ഞാൻ ബസ്സിൽ വരുന്ന വഴിക്ക് അവിടെ ആണെങ്കിൽ ഒരുപാട് ആണുങ്ങൾ ഒരു പെണ്ണിൻ്റെ പുറകെ ഇങ്ങനെ, ഒരു പെണ്ണിൻ്റെ പുറകെ ഒരുപാട് ആണുങ്ങളൊക്കെ നിൽക്കുവാടി. ആ പെണ്ണാണെങ്കിൽ ചില പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ എടി, നല്ല ഷേപ്പായിരിക്കുമല്ലോ കാണാൻ, ആ ഷേപ്പ് അവൾക്ക് നല്ല ഷേപ്പാണ്, അതുകൊണ്ട് അവൾക്ക് നല്ല ഷേപ്പായതുകൊണ്ട് ആണുങ്ങളൊക്കെ അവളെ തന്നെ നോക്കുവാടി. അവിടെ വേറെയും പെണ്ണുങ്ങളുണ്ട്, അവളിന് മൈൻഡ് പോലും ചെയ്യുന്നില്ല, ഈ ഷേപ്പുള്ള പെണ്ണിനെയാണ് ഇവന്മാരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പറയുക. സിമ്പിളായിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതിൽ ഇങ്ങനെ പറയുമ്പോൾ അവൾ ചിന്തിക്കുന്നത്, നമ്മൾ ഇതുപോലുള്ള പെണ്ണുങ്ങളെ നമുക്കും ഇഷ്ടമാണ്, അതായത് നമ്മൾ വാ കൊണ്ട് പറയില്ലേ, അവൾ ചിന്തിക്കും, ഓ എനിക്ക് ഷേപ്പില്ലല്ലോ, ഷേപ്പില്ലാത്ത പെണ്ണുങ്ങളായിരിക്കും ഒത്തിരി ഉണ്ടായിരിക്കും. നിങ്ങളുടെ ക്രഷൻ ചിലപ്പോൾ അത്രയ്ക്ക് ഷേപ്പൊന്നും ഇല്ലെന്ന് വെച്ചോ, അപ്പോഴിത് വർക്കാവും. എനിക്ക് ഷേപ്പൊന്നുമില്ല, ഇവൻ എന്നെ സാധാരണ പെണ്ണായിട്ടായിരിക്കുമോ കാണുന്നത്, ഒരു സാധാരണ പെണ്ണായിട്ടായിരിക്കും അപ്പോൾ ഇവനെ കാണുന്നത്, ഷേപ്പുള്ള പെണ്ണിൻ്റെ കാര്യമൊക്കെ എന്നോട് പറയുന്നത്, അപ്പോൾ ഇവനൊരു സാധാരണ പെണ്ണായിട്ടായിരിക്കും എനിക്ക് കാണുന്നത്, അപ്പം വേറെ എന്തെങ്കിലും ഉപയോഗിച്ച് ഞാൻ ഇമ്പ്രസ് ചെയ്യാൻ നോക്കാം. അതായത് എനിക്ക് ഷേപ്പില്ല, അപ്പോൾ വേറെ എന്തെങ്കിലും സംഭവം ഉപയോഗിച്ച് ഇമ്പ്രസ് ചെയ്യും. ഇത് ഉറപ്പായിട്ടും നടക്കും.
കാരണം നമ്മൾ എടി നീ കൊള്ളാം സൂപ്പർ അടിപൊളി അങ്ങനെ പറയുമ്പോൾ അവൾ ചിന്തിക്കുന്നത് ഇവൻ ഈസി ആയിട്ട് എനിക്ക് കിട്ടി, ഇവൻ്റെ എന്താ കെയറും അല്ലെങ്കിൽ ഇവൻ പുറകെ നടക്കുന്നതൊക്കെ എനിക്ക് ഈസി ആയിട്ട് കിട്ടി, അപ്പോൾ അതിനെ വില തരത്തില്ല. നേരെ മറിച്ച് നിങ്ങളിങ്ങനെ പറയും, അപ്പോൾ അവൾ ചിന്തിക്കും എന്നെക്കാളും അടിപൊളി പെണ്ണുങ്ങളുണ്ട്, എന്നെക്കാളും സൂപ്പർ പെണ്ണുങ്ങളുണ്ട്, അപ്പം എന്നെ അവൻ സാധാരണയായിട്ടാണോ കാണുന്നത്, സാധാരണ പെണ്ണായിട്ടാണോ എന്നെ കാണുന്നത്. നേരെ മറിച്ച് അപ്പോഴ് നിങ്ങൾ ഒരു സൈഡിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ വേണം, അപ്പുറത്തെ സൈഡിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ അവർക്ക് കോംപ്ലിമെൻറ്റ് കൊടുക്കാൻ വേണം. ഇപ്പം എടി ഇന്നത്തെ നിൻ്റെ ലുക്ക് കൊള്ളാം, അല്ലെങ്കിൽ ഇന്ന് ഈ ഡ്രസ്സ് നീ അടിപൊളിയാണ് എന്നൊക്കെ കൊടുക്കാൻ വേണം. ഡെയിലി ഇത് കൊടുക്കാനും പാടില്ല. ഡെയിലി വേറെ പെണ്ണുങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്യല്ലേ, അത് കുറച്ച് മിസ്റ്റേക്കായിപ്പോവും. അതുപോലെ നിങ്ങൾ ഈ നാച്ചുറൽ ബ്യൂട്ടിയെക്കുറിച്ചൊക്കെ സംസാരിക്കണം. എടി എൻ്റെ ജിമ്മിലൊരു പെണ്ണുണ്ട്, അവൾ നാച്ചുറൽ, അവൾക്ക് മേക്കപ്പ് ഇല്ലെങ്കിലും എന്ത് ഭംഗിയാണ്. അതായത് അവളെ പൊസസീവ് ആക്കാൻ പറയുന്നത് നമുക്ക് തോന്നുകയും ചെയ്യരുത്. നമ്മൾ സാധാരണ പോലെ പറയാൻ തോന്നുകയും വേണം. അവൾ കുറച്ച് ലോ ആവുകയും വേണം. അവൾ തന്നെ ലോ ആയിക്കോളും, നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. നിങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ അവൾ ചിന്തിക്കും, അതായത് ഇപ്പം നിങ്ങളോട് പറയാം അവർ, ഇപ്പം നിങ്ങൾക്ക് ഹൈറ്റ് ഇല്ലെന്ന് വെച്ചോ, നിങ്ങൾക്കിപ്പോൾ ഹൈറ്റ് ഇല്ല, ഒരുപാട് പെണ്ണുങ്ങൾ നിങ്ങളുടെ പുറകെ നടക്കുന്നുണ്ടെന്ന് വെച്ചോ. പക്ഷേ ഒരു പെണ്ണ് നിങ്ങളോടൊന്ന് പറയുവാണ്, ആണുങ്ങൾക്ക് ഒരുത്തനെ ഞാൻ ഇന്ന് കണ്ട്, അവന് നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്കൊരു ഇൻസെക്യൂരിറ്റി വരും, അയ്യോ എനിക്ക് ഹൈറ്റ് ഇല്ലല്ലോ എന്നൊരു തോന്നൽ വരത്തില്ലേ. അങ്ങനെ തോന്നുവാണെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ പെണ്ണിനോട് നിങ്ങൾക്കൊരു അട്രാക്ഷൻ അല്ല, അവളെ വേറെ എന്ത് വെച്ച് ഇമ്പ്രസ് ചെയ്യാമെന്ന് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾ പോലും അറിയാതെ. ഇനി ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. ഇപ്പം നിങ്ങൾ നല്ല സുന്ദരനാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പുറകെ നടക്കാൻ ഒരു 10 പെണ്ണുങ്ങളുണ്ടെന്ന് വെച്ചോ. അപ്പോൾ ഒരു പെണ്ണ് പറയുവാണ്, അല്ല നിങ്ങൾക്കിപ്പോൾ ബൈക്കില്ല കേട്ടോ, നിങ്ങൾക്ക് ബൈക്കോ അങ്ങനത്തെ സംഭവമൊന്നുമില്ല. ഒരു പെണ്ണ് വന്ന് പറയുവാണ്, ഇന്നൊരു ചേട്ടൻ റോഡിൽ കൂടെ പോയി, അടിപൊളി ബൈക്കായിരുന്നു എന്ന് നിങ്ങളെ ദേഷ്യപ്പെടുപ്പിക്കാൻ പറയുമല്ല, അല്ലാതെ സാധാരണ പോലെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, എനിക്ക് ബൈക്കില്ലല്ലോ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ താനേ ഒരു ഇൻസെക്യൂരിറ്റിയിലോട്ട് പോകും. അത് നിങ്ങളോട് പോലും ചോദിക്കാതെ നടക്കും. ഞാനീ പറയുന്നത് പെട്ടെന്ന് നിങ്ങളുടെ തലയിൽ കയറത്തില്ല. നിങ്ങൾ ഒരുപാട് കഥകൾ കേൾക്കും. അതായത് ചില ആണുങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ റിപ്ലൈ കൊടുക്കത്തില്ല, ചില അയച്ച ഉടനെ റിപ്ലൈ കൊടുക്കും, ഒരുപാടുണ്ടല്ലോ. നിങ്ങൾ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി, ഇൻസ്റ്റാഗ്രാമിൽ ചെന്നിട്ട് നിങ്ങൾ നോക്കണം ഒരു പെണ്ണ് ഫോളോ ചെയ്തേക്കുന്ന അക്കൗണ്ടുകൾ. അതിൽ ഉറപ്പിച്ച് പറയാണ്, അത് ഫോളോ ചെയ്തേക്കുന്ന ആണുങ്ങളുടെ അതിൽ ഒരു 60-80 ഹൈ വാല്യൂ പ്രൊഫൈലായിരിക്കും, ഉറപ്പ് പറയുന്നു. അതുപോലെ അവളെ ഫോളോ ചെയ്തേക്കുന്നത് നോക്കണം, അവളെ ഫോളോ ചെയ്തേക്കുന്നത് അവൾ ഫോളോ ചെയ്യാതെ വെച്ചേക്കുന്നതെല്ലാം ലോ വാല്യൂ പ്രൊഫൈലായിരിക്കും. അതായത് ഒന്നിനും കൊള്ളാത്ത, അല്ലെങ്കിൽ അവൾക്ക് ഒരു ഹൈപ്പർഗമി തോന്നാത്തതായിരിക്കും. അപ്പോൾ ഒരു പെണ്ണ് നിങ്ങളോട് മിണ്ടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയത്തില്ലെന്നല്ല, നിങ്ങൾ ഹൈ വാല്യൂ അല്ല, മനസ്സിലായോ. നിങ്ങൾ ഹൈ വാല്യൂ ആണെങ്കിൽ നിങ്ങൾ ബോറിംഗ് ആയിട്ട് സംസാരിച്ചാലും അവർ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അവളെക്കാൾ ഹൈ വാല്യൂ ആവണം, മനസ്സിലായി. എന്തെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് വാല്യൂ വേണം. വാല്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അതാണ് വാല്യൂ. നിങ്ങളുടെ കയ്യിൽ ഉള്ളത് നിങ്ങൾ ബെറ്ററാക്കി എടുത്താൽ നിങ്ങൾ ഹൈ വാല്യൂ, മനസ്സിലായി. അതിനെക്കുറിച്ച് ഞാൻ പിന്നൊരു വീഡിയോ ചെയ്യാം. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളെക്കാളും കുറച്ച് ലോ ആയിട്ടുള്ളതിനെ അങ്ങ് എടുക്കണം, മനസ്സിലായി. കുറച്ച് ലോ ആയിട്ടുള്ള എടുക്കുമ്പം ആരാ ഹൈ വാല്യൂ, നിങ്ങൾ ഹൈ വാല്യൂ. അപ്പം നിങ്ങളാണ് ഹൈ വാല്യൂ സംസാരിക്കുമ്പം. അതുപോലെ നിങ്ങളുടെ ആ ഒരു കാര്യത്തിൽ നിങ്ങളും അവളും തമ്മിലുള്ള ആ ഒരു വിഷയത്തിൽ നിങ്ങളാണ് ഹൈ വാല്യൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവളുടെ ഉള്ളിൽ ചിന്ത, അവളല്ലേ ലോ വാല്യൂ, അപ്പോൾ അവളുടെ ഉള്ളിൽ ചിന്ത ഞാൻ എങ്ങനെയെങ്കിലും ഇവനെയും ഇമ്പ്രസ് ചെയ്യണം, അതായത് ഇവൻ എന്നെ ഇമ്പ്രസ് ചെയ്യുന്ന പോലെ ഞാൻ ഇവനെയും ഇമ്പ്രസ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും, അടുത്തടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും, മനസ്സിലായി. ഇതിനെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുണ്ട്, അത് ഞാൻ വേറെ എണ്ണം ചെയ്യാം. ഇപ്പോൾ തന്നെ 18-19 മിനിറ്റായി. അപ്പം ഇനി നിങ്ങളോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുക. നിങ്ങളോട് എല്ലാവരും സംസാരിക്കാത്തതിൻ്റെ കാരണം നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയാത്തതാണെന്ന് ഇപ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കാഴ്ചപ്പാടും ഇതിന് ശേഷമുള്ള കാഴ്ചപ്പാടും എന്തോന്നു പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുമ്പോഴായിരിക്കും എനിക്കൊരു സന്തോഷം. കാരണം ഇത്രയും പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരാൾക്കെങ്കിലും ഗുണം ഉണ്ടായോ എന്നൊരു സന്തോഷം എനിക്ക് കിട്ടുമല്ലോ. അപ്പോൾ എനിക്ക് വീണ്ടും ഇതുപോലുള്ള ആരും പറഞ്ഞു തരാത്ത കണ്ടൻറ്റ് ചെയ്യാൻ എനിക്കും താല്പര്യം കാണും. ഞാൻ ഒരു 100 കണ്ടൻറ്റ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതായത് ഒരു 100 കണ്ടൻറ്റ്, 100 അതിൽ പുറത്തുണ്ട്, ഞാൻ സെലക്ട് ചെയ്ത് ഒരു 100 വെച്ചിട്ടുണ്ട്. ഇപ്പം എന്തായാലും ക്ലയൻറ്റുകൾ വരും, ക്ലയൻറ്റുകളോട് പറയും, അപ്പം ഓരോരോ ടോപ്പിക്ക് എനിക്ക് കിട്ടും ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോഴും എന്ത് ചെയ്യും, ഞാൻ ഇതുപോലെ എടുത്ത് യൂട്യൂബിൽ വെറുതെ ഇടും. അത് വൈറലാവുന്നേ ആവട്ടെ, ആരും കാണട്ടെ, ആർക്കെങ്കിലും യൂസ് ആവട്ടെ എന്ന് വെച്ചാൽ ഇടുന്നത്. അതുകൊണ്ടാണ് ഞാൻ അധികം ഈ യൂട്യൂബിനെ ഒന്നും ശ്രദ്ധിക്കാതെ, ഇപ്പോൾ ക്വാളിറ്റിയിലും ഒന്നും. കാരണം ഇതല്ല എൻ്റെ മെയിൻ സംഭവം. എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോഴും ഞാൻ ഇതിലും ഇടുന്നു. എന്തായാലും ക്ലയൻറ്റുകൾ വരും, അവരോട് സംസാരിക്കും, അപ്പോൾ ടോപ്പിക്ക് എടുത്ത് ഇതിലും ഇടുന്നു. ഇന്നാണ് കുറച്ചേലൊന്ന് ഫ്രീ ആയത്, അതുകൊണ്ടാണ് സംസാരം. എൻ്റെ ബാക്കിയുള്ള വീഡിയോ ഒക്കെ കണ്ടാൽ നിങ്ങൾക്കറിയാം, ഭയങ്കര തിരക്കിട്ട് പറഞ്ഞിട്ട് പോകുന്ന പോലെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഇടുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് അറിയുമ്പോൾ എനിക്ക് വീണ്ടും ഇടാൻ തോന്നും. ഞാനൊരു 100 കണ്ടൻറ്റ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 100
പുറത്തെങ്ങും പറയാത്തതായിരിക്കും, അതായത് വേറെ ഒരു യൂട്യൂബിലും പറഞ്ഞു കേൾക്കാത്തതായിരിക്കും. ഇപ്പം ഞാൻ ഇട്ടതിനേക്കാളും ബെറ്ററായിട്ടുള്ളതുണ്ട്, ഇതുപോലുള്ളതുണ്ട്, സാധാരണ ഉള്ളതുണ്ട്. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യേ.